നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകുന്ന ദൈവമാണ്. അതെ, നമ്മുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് നാം ആരോടും പറയാതെ നാം രഹസ്യത്തിൽ നാം ആഗ്രഹിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പോലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നാലും വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നാലും കർത്താവ് നമുക്ക് അതതിൻ്റെ സമയത്ത് സാധിപ്പിച്ച് തന്നിട്ടില്ലേ പ്രിയ ദൈവമക്കളെ? ആ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. നിശ്ചയമായി ഇനിയും കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. എന്നാൽ ഇത്രമാത്രം നമ്മെ ശ്രേഷ്ഠകരമായി കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന, അതത് സമയത്ത് നമുക്ക് ആവശ്യമായുള്ളതൊക്കെയും നൽകുന്ന ആ കർത്താവിനെ നാം എത്രമാത്രമാണ് നമ്മുടെ ഹൃദയം കൊണ്ട് നാം ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് നാം എത്രമാത്രമാണ് ആ ദൈവത്തെ സ്നേഹിക്കുന്നത്? നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതെ, നാം പാപികളായിരുന്നപ്പോൾ തന്നെ യേശു കർത്താവ്, പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി. ആ മഹാസ്നേഹം നാം ഒരു നാളും മറന്നു പോകരുത്. ഇനിയും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നാമും നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന്, ഉള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് നാം ആ കർത്താവിനെ ഇനിയും ആഗ്രഹിക്കുമെങ്കിൽ, ആ സാന്നിധ്യത്തിൽ എപ്പോഴും വസിക്കുവാൻ നാം കൊതിക്കുന്നു എങ്കിൽ, ആ കർത്താവിനെ നാം ജാഗ്രതയോടെ അന്വേഷിക്കുന്നു എങ്കിൽ എത്രമാത്രം അധികമായി കർത്താവ് നമ്മെയും അനുഗ്രഹിക്കും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 26:9. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. അതെ, 1-ാമത്തെ ഭാഗത്തിൽ നാം വായിച്ചു, എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എത്ര ദൈവമക്കൾക്ക് രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ ഹൃദയം തുറന്ന്, നമ്മുടെ ഉള്ളം തുറന്ന് കർത്താവിനോട് സംസാരിക്കുവാനും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുവാനും കഴിയുന്നുണ്ട്. ആമേൻ. ഇവിടെ രാത്രി എന്ന് ഉദ്ദേശിക്കുന്നത് രാത്രി മാത്രം നാം ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ആഗ്രഹിക്കണം എന്നതല്ല. രാത്രി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാരും കാണുന്നില്ല, ആരും നമ്മോടൊപ്പം ആമേൻ സ്തോത്രം ഉണർന്നിരിക്കാത്ത സമയങ്ങളിൽ ഹല്ലേലൂയ നാമും ദൈവവുമായിട്ടുള്ള ബന്ധം എത്രമാത്രമാണ്, അതാ ഇവിടെ കുറിക്കുന്നത്. പേഴ്സണലി നാമും ദൈവവുമായിട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അതെ, രാത്രിയുടെ യാമങ്ങളിലും പുറമേ ചർച്ചിൽ പോകുമ്പോൾ, ആരാധിക്കുമ്പോൾ, മറ്റുള്ളവർ കാണുമ്പോൾ മാത്രമല്ല, ആമേൻ സ്തോത്രം, രാത്രിയുടെ യാമങ്ങളിലും എപ്പോഴും നമ്മുടെ ഉള്ളം കൊണ്ട് നാം ആ കർത്താവിനെ ആഗ്രഹിക്കണം. സ്തോത്രം. ആ കർത്താവിൽ നിന്ന് നാം എത്രയോ നന്മകൾ, അനുഗ്രഹങ്ങൾ നാം ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് കർത്താവ് നൽകിയിട്ടുമുണ്ട്. ഇനിയും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നിശ്ചയമായി കർത്താവ് സാധിപ്പിക്കും. എന്നാൽ നമുക്കും നമ്മെ പൂർണ്ണമായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ളം കൊണ്ട് ആ കർത്താവിനെ നമുക്ക് ആഗ്രഹിക്കാം. സ്തോത്രം. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയല്ല, നാമും ദൈവവുമായിട്ടുള്ള ബന്ധം. അടുത്തതായി നാം വായിക്കുന്നു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. അതെ, ചില ആവശ്യങ്ങൾ നടക്കുവാൻ വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ആത്മാവ് പ്രേരണയാൽ നാം ജാഗ്രതയോടെ കർത്താവിനെ അന്വേഷിക്കണം. എന്ന് പറയുമ്പോൾ ആ കർത്താവില്ലാതെ ഒരു ജീവിതമില്ല. ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തെ എപ്പോഴും അന്വേഷിക്കുക. അനുദിനം ആ കർത്താവിനെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം. ഈ നാളുകളിൽ അങ്ങനെ നാം ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ നാം പല കാര്യങ്ങളെ അധികമായി അന്വേഷിച്ച് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തെ ഒന്ന് അന്വേഷിക്കുവാൻ തുടങ്ങാം. ജാഗ്രതയോടെ അന്വേഷിക്കാം. പുറമേ ഉള്ള അന്വേഷണമല്ല, ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മാവ് കൊണ്ട്
കർത്താവിനെ നമുക്ക് അന്വേഷിക്കാം. സ്തോത്രം. ആ സാന്നിധ്യത്തിന് വേണ്ടി, ആ ദൈവമഹത്വം കാണുവാൻ, ആ ദൈവ തേജസ് അനുഭവിക്കുവാൻ, ആ ദൈവത്തിൻ്റെ സ്നേഹമൊന്ന് രുചിച്ചറിയുവാൻ നമുക്ക് അന്വേഷിക്കാം. അടുത്ത് നാം വായിക്കുന്നു, നിൻ്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. ആമേൻ. ഒരു ന്യായവിധി ദിവസമുണ്ട്. ഹല്ലേലൂയ. അതിപ്പോൾ ഭൂമിയിൽ ചില ന്യായവിധികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ തെറ്റി ഒഴിയുവാൻ ഈ നാളുകളിൽ എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ ഇനിയും അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ, ഉള്ളം കൊണ്ട് അങ്ങ് ഇനിയും ആഗ്രഹിക്കുവാൻ, ഉള്ളിൽ നിന്ന് കർത്താവ് ഇനിയും ആത്മാവ് കൊണ്ട് അധികമായി ജാഗ്രതയാൽ നിന്നെ അന്വേഷിക്കുവാൻ അപ്പാ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ്, നീതിന്യായം പ്രവർത്തിക്കുന്ന ദൈവമേ, അങ്ങേ ഭയപ്പെട്ട് കർത്താവ് ഓരോ നാളും മുന്നോട്ട് നീങ്ങുവാൻ സമർപ്പിക്കുന്നു. നിശ്ചയമായി അങ്ങ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഇനിയും സാധിപ്പിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന പ്രാർത്ഥന കണ്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.